ഉണ്ണേ ഓട്ടറാണ് വാച്ച്. വാ. എന്നോട് വാച്ചു ചോദിച്ചു. നമസ്കാരം ബാച്ചു സാറേ. നമസ്കാരം. മന്മഥൻ. അല്ല അപ്പൊ പാച്ചു എന്താ നിങ്ങളുടെ പ്രശ്നം? ഇവിടെ ഓഫീസിൽ വന്നൊരു പാച്ചുവിൽ ചോദിക്കാനാ പറഞ്ഞത്. പാച്ചു ഇവിടെ താഴെ ഒരു ചായക്കട തട്ടുകട നടത്തുന്നത്, ഇവിടെ ചായയൊക്കെ തരണ പാച്ചു. അതല്ല. അതാണോ? അതല്ല. ആ പിന്നെന്താ നിങ്ങളുടെ പ്രശ്നം എന്താണ്? വൈഫ് ഗർഭിണിയാണ്. ആ അത് പ്രശ്നമാണ്. ഞാൻ ഇപ്പൊ അനുഭവിച്ചുള്ളൂ. 2 മാസമായുള്ളൂ പ്രസവിച്ചിട്ട്. ഇവിടുന്ന് നമ്മുടെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ലെഫ്റ്റിലോട്ടൊരു 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ സർക്കാർ ആശുപത്രിയിൽ ഇവിടെ വത്സല എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട്. മിടുക്കിയാട്ടോ. രണ്ട് പാത്രം ആക്കി തരും. ഒരു വിഷമവും നമുക്ക് ഉണ്ടാവൂല. അവിടെ പോയി കാണിക്കേ. അതല്ലേ പിന്നെന്താ സാറേ, ഭാര്യക്ക് ജോലി ശരിയായിട്ടുണ്ട്. ഇപ്പൊ ഭാര്യ ഗർഭിണിയാണെന്ന് പറഞ്ഞു. അതെ, ഗർഭിണിയാണ്. ഗർഭിണിയായിട്ടുള്ള ഭാര്യക്ക് ജോലി ശരിയായിട്ടുണ്ട്. അതിനെന്താ പ്രശ്നം? ഇല്ല, അപ്പൊ അതിന്റെ കടലാസ് വന്നിട്ടില്ല. അത് അന്വേഷിക്കാൻ വേണ്ടിയല്ല. എന്ത് ജോലിയാ ഭാര്യക്ക് കിട്ടിയ? ഭാര്യക്ക് ടീച്ചർ. ഓ ടീച്ചറാണോ? ഓ HSAയോ? ഇല്ല, ഡോക്ടർ പറഞ്ഞത് ചിലപ്പോ സാധാരണ പ്രസവമാവും, അല്ലെങ്കിൽ പിന്നെ കയറേണ്ടി വരും പറഞ്ഞു. ഓപ്പറേഷനായി. എടോ, നിങ്ങളുടെ ഭാര്യക്ക് ടീച്ചറായിട്ട് ജോലി കിട്ടിയത് ഹൈസ്കൂളിലാണോ അതോ LP സ്കൂളിലാണോ എന്ന്? താഴത്തെ ക്ലാസ്. താഴെയാണ്. LP അതന്നെ. അത് പറയേ. എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല സാറേ, ഞാൻ ബസ്സൂലിക്കുള്ള പൈസ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഒരു 100-150 റുപ്യ. എടോ അതല്ല, ഈ ഭാര്യക്ക് ജോലി കിട്ടിയ സംബന്ധമായ എന്തെങ്കിലും സർക്കാരിൽ നിന്ന് വല്ല കടലാസ് കൊണ്ടുവന്നിട്ടുണ്ടോ ഇയാള്? കടലാസ് ഇവിടുന്ന് അയച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ പാച്ചില് വന്ന അറിയുന്ന പറഞ്ഞു. ഡെസ്പാച്ചില്. അതന്നെ ഡെസ്പാച്ച്. അത് പറയേ. ഡെസ്പാച്ചിൽ നിന്ന് ഇവിടുന്ന് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയോ? കിട്ടിയിട്ടില്ല. അപ്പോ ഇനിയിപ്പോ അയക്കും വരും. അവളുടെ കൂടെ പഠിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ ഇപ്പൊ ജോലിയായി. അവരൊക്കെ സ്കൂളിൽ കയറി. ഇവൾക്ക് മാത്രം വന്നിട്ടില്ല. വരും. അത് ഇവിടുത്തെ സെക്ഷനില് ആളില്ല. ആള് ലീവാ. ഒരു 2 ആഴ്ചക്ക് ലീവാ. ആള് വന്നു കഴിഞ്ഞാൽ അത് അയക്കും. അയച്ചാൽ അത് കിട്ടിക്കോളും. ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയി ചോദിച്ചു. അപ്പൊ അവിടെ ഇല്ല. അപ്പൊ അയാൾ എന്നോട് ദേഷ്യപ്പെടുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് വീട്ടിലേക്ക് അയക്കും. പിന്നെന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ടേ. ഇപ്പൊ ഇവിടുന്ന് അയച്ചിട്ടുണ്ടെങ്കിൽ അത് പോസ്റ്റ് ഓഫീസിൽ പോകും. പോസ്റ്റ് ഓഫീസിൽ നിൽക്കൊണ്ട് വരും. അങ്ങനെ എനിക്കും പറയാനുള്ളത്. വെറുതെ ഇനി എന്നെ ദേഷ്യപ്പിടിപ്പിക്കണോ? അതിനിങ്ങനെ അലഞ്ഞിട്ട് കാര്യമില്ല. ആയിക്കോട്ടെ, വീട്ടിൽ പോകാൻ നോക്കും. സാറേ ഒരു ഫോൺ. അതൊക്കെ എടുക്കുന്നത് എന്തോ ഒച്ചപ്പാടാണ് സാധനം. ഹലോ. പറഞ്ഞോ. ആണോ? വന്നോ? അതെ. ഞാനിവിടെ ഓഫീസിൽ സാറുമായിട്ട് സംസാരിച്ച് നിൽക്കുകയാണേ. ആയിക്കോട്ടെ. എന്നാ വെച്ചോ. കുഴപ്പമില്ല സാറേ, വന്നിട്ടുണ്ട്. ഇപ്പൊ വന്നു. ഇത്ര പോസ്റ്റ്മാൻ കൊണ്ടു കൊടുത്തു എന്ന് പറഞ്ഞു. ഇപ്പൊ ഇതാ ഞാൻ പറഞ്ഞത്. അത് സമയമാകുമ്പോ കൃത്യമായിട്ടോ വന്നോളൂ. അതെ, വന്നു. ഞാൻ എന്റെ കയ്യിൽ നിന്ന് കുറെ പൈസയും ചെലവായി സാറേ. 10-62 ഉറുപ്പിയും ചെലവായി. ഇപ്പൊ ഇവിടെ വന്നിട്ട് സാറിനോട് എന്തൊക്കെയോ പറഞ്ഞു. സാറ് വെറുതെ വായിട്ട് അടിച്ചു കുറെ. വെറുതെ തിരിച്ച് വീട്ടിലോട്ട് പോയിട്ടിരുന്ന ആ പൈസ ലാഭമാണ്. ആലോചിച്ചു. അല്ല പോണല്ലോ. പകിട്ട് പൊക്കോ. എന്നാ ശരി സാറേ. ശരി. ആയിക്കോട്ടെ സാറേ, ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ചെറുതല്ല, മൊത്തം മിസ്റ്റേക്കാണ്.